Okay, dear students, next we are going to discuss Neetu was given a glucose drip. Neetu was very sick. All day she was vomiting and she also had loose motions. Whatever she ate, she vomited. Her father gave her sugar and salt solution. അപ്പോൾ നീതു എന്ന് പറയുന്നൊരു കുട്ടിക്ക് എന്താണ് പെട്ടെന്ന് ഒരു പനി പോലെ വന്നു. അവൾ എന്ത് കഴിച്ചാലും എന്ത് ചെയ്യും, പെട്ടെന്ന് വോമിറ്റ് ചെയ്തു പോവും. ആൻഡ് ഓൾസോ ഷീ ഹാഡ് ലൂസ് മോഷനും ഉണ്ടായിരുന്നു. വാട്ട് എവർ ഷീ എയ്റ്റ് ഷീ വോമിറ്റഡ്. അവൾ എന്ത് കഴിച്ചാലും അത് എന്ത് ചെയ്യും, വോമിറ്റ് ചെയ്തു പോവും. ഹർ ഫാദർ ഗേവ് ഹർ ഷുഗർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. അവളുടെ അച്ഛൻ അവൾക്ക് എന്താണ് ഷുഗറും സോൾട്ട് സൊല്യൂഷൻ എന്ത് ചെയ്തു, കൊടുത്തു. ബൈ ഈവനിങ് നീതു വാസ് ഫീലിംഗ് വീക്ക് ആൻഡ് ഡിസി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നീതുവിന് എന്ത് ചെയ്തു, ഭയങ്കര ക്ഷീണവും പിന്നെ തലകറക്കും അനുഭവപ്പെട്ടു. വെൻ ഷീ ഗോട്ട് അപ്പ് ടു ഗോ ടു ദ ഡോക്ടർ ഷീ ഫെയിൻറ്റ്. ഹർ ഫാദർ ഹാഡ് ടു ക്യാരി ഹർ ടു ദ ഡോക്ടർ. അപ്പോൾ അവൾ ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് തല കറങ്ങി വീണു. അച്ഛൻ അവളെ എടുത്തുകൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ദ ഡോക്ടർ സെഡ് ദാറ്റ് നീതു ഷുഡ് ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഡോക്ടർ പറഞ്ഞു നീതുവിന് എന്ത് ചെയ്യാൻ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഷീ നീഡ്സ് ടു ബി ഗിവൺ എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്. എന്നിട്ട് എന്താ പറഞ്ഞത്, അവൾക്ക് ഒരു ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്താണ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഹിയറിംഗ് ദിസ് നീതു ഗോട്ട് കൺഫ്യൂസ്ഡ്. She knew that during the games period in school, the teacher sometimes gave them glucose drink. അപ്പോൾ പെട്ടെന്ന് നീതു കൺഫ്യൂസ്ഡ് ആയി. കാരണം എന്താണ്, അവൾ സ്കൂളിൽ എന്താണ് നമ്മുടെ ഇൻ്റർവെൽ സമയങ്ങളിൽ കളിക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് കൊടുക്കും, ഗ്ലൂക്കോസ് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും അവർ ഗ്ലൂക്കോസ് കൊടുത്തു. അപ്പോൾ അവൾ ടോട്ടലി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ബട്ട് വാട്ട് വാസ് എ ഗ്ലൂക്കോസ് ഡ്രിപ്പ്? എന്താണ് ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്ന് അവളിങ്ങനെ ചോദിച്ചു. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു. യുവർ സ്റ്റൊമക്ക് ഈസ് അപ്സെറ്റ്, യുവർ ബോഡി ഈസ് നോട്ട് കീപ്പിംഗ് എനി ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം വീക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റൊമക്കിൽ ഒരു ഭക്ഷണം എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്നതൊക്കെ വോമിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ബോഡി, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നോർമലി വീക്കാവും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനാണ് നീതുവിനുള്ളത്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്താണ്, ദ ഗ്ലൂക്കോസ് ഡ്രിപ്പ് വിൽ ഗിവ് യു സം സ്ട്രെങ്ത് ഈവൻ വിത്തൗട്ട് ഈറ്റിംഗ്. ഡോക്ടർ പറഞ്ഞു ഗ്ലൂക്കോസ് ഡ്രിപ്പ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി തരും. നമ്മൾ ഭക്ഷണം കഴിക്കാതെ തന്നെ ഗ്ലൂക്കോസ് കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എനർജി കിട്ടും. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഗ്ലൂക്കോസ് ഡ്രിപ്പ് ഇടണമെന്നല്ല. നമ്മളിങ്ങനെ ക്ഷീണം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മുടെ ഷുഗർ ലെവൽ കുറയുന്നതാണ്. അപ്പം നമ്മൾ ഡ്രിപ്പ് ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എനർജി കിട്ടും. നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോറി പഠിക്കാം. അതിനു മുമ്പ് ആ സ്റ്റോറിയുടെ ഒരു പോയം വായിച്ചിട്ട് പോകാം. Martin's Window. It was written by Rajesh Ustadhi Chamak, August 1985. Translated by Anupa Lal. അപ്പോൾ ആ ഒരു പോയം വായിച്ചു നോക്കാം. മാർട്ടിൻസ് വിൻഡോ. Here is an old story. It seems so funny. There was a window in Martin's tummy. Actually, by mistake, Martin was shot. Right in the stomach, it bled a lot. The wound slowly healed and was covered by skin, but the hole was still there. You could peep right in. Oh, what a chance for doctors to study what happened to the food inside the body. The story seems odd, but it is really true. The secret of Martin's stomach helped us all, me and you. അപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പറ്റിയൊരു ഊണ്ടാണ്, അതൊരു മുറിവാണ്. അപ്പം അതിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലെ ഫുഡിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റി. അങ്ങനെയുള്ളൊരു ഫണ്ണി സ്റ്റോറി, ഫണ്ണിയല്ല, ഒരു സ്റ്റോറിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എ സ്റ്റൊമക്ക് വിത്ത് എ വിൻഡോ. ഇൻ ദ പോയം യു റീഡ് അബൌട്ട് എ സോൾജിയർ കോൾഡ് മാർട്ടിൻ. In 1822, he was 18 years old and very healthy. When he was shot, he got seriously hurt. At that time, Dr. Beaumont was called to treat him. Dr. Beaumont cleaned the wound and put the dressing.
അപ്പോൾ 1822 മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾക്ക് 18 ഇയേഴ്സ് ഓൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഹെൽത്തി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, അതൊരു സോൾജറാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു മുറിവുണ്ടായി, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മുറിവുണ്ടായി. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്താണ് ഡോക്ടർ ബീമൗണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ആ വൂണ്ട് ക്ലീൻ ചെയ്തു, ആ മുറിവിനെ എന്ത് ചെയ്തു, ക്ലീൻ ചെയ്തു. പക്ഷേ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ സ്റ്റൊമക്കിൻ്റെ ആ ഒരു പൊസിഷനിലായിരുന്നു എന്ത് ചെയ്തത്, ഒരു ഗൺ ഷോട്ടായിരുന്നു, ഒരു ബുള്ളറ്റ് കൊണ്ടുവന്നായിരുന്നു. അവിടെ മാത്രം അടയ്ക്കാൻ പറ്റിയില്ല. പക്ഷെ ഡോക്ടർ എന്ത് ചെയ്തു, ആ വൂണ്ട് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തൊക്കെ വിട്ടു. After 1.5 years, the doctor found that Martin's wound had healed except one thing. He had a big hole in his stomach. അപ്പോൾ 1.5 year കഴിഞ്ഞ് ഈ അദ്ദേഹം ഒന്നുകൂടെ ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴാണ് മനസ്സിലായത് ആ ഹോൾ എന്ത് ചെയ്തിട്ടില്ല, അടഞ്ഞിട്ടില്ല. അതിപ്പോഴും ഓപ്പൺ ആണ്. അതായത് സ്റ്റൊമക്കിൻ്റെ ആ പൊസിഷൻ വരുന്ന ഹോൾ, സ്റ്റൊമക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോൾ വഴി സ്റ്റൊമക്ക് കാണാം. അങ്ങനെ കണ്ടു. He had a big hole in his stomach. The hole was covered with a loose flap of skin. അപ്പോൾ ആ ഹോൾ എന്ത് ചെയ്തു, ഒരു ലൂസായിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ ഒരു ഫ്ലാപ്പ്, ഒരു സ്കിന്നിൻ്റെ ഒരു കവറിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വിട്ടു. ലൈക്ക് ദ വാഷർ ഇൻ എ ഫുട്ബോളിലെ വാഷർ പോലെ. പ്രസ് ദ സ്കിൻ, യു കുഡ് പീപ്പ് ഇൻ ടു മാർട്ടിൻസ് സ്റ്റൊമക്ക്. Not only that, the doctor could also take out food from the stomach by putting a tube in the hole. Dr. Beaumont felt he had found a treasure. Can you guess how much time he spent on doing different experiments on this stomach? 9 years. During this time, Martin grew up and got married. അപ്പോൾ ഈ ഹോൾ അടഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ ബീമൗണ്ടിന് ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്തിനു വേണ്ടി, നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റൊമക്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് നടത്തുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, 9 വർഷം എടുത്തു. ഈ 9 വർഷത്തിനിടയ്ക്ക് നമ്മുടെ മാർട്ടിൻ വളർന്നു, അദ്ദേഹം കല്യാണം കഴിച്ചു. അപ്പം ആ സമയത്തൊക്കെ എന്ത് ഡോക്ടർ നമ്മുടെ മാർട്ടിൻ്റെ സ്റ്റൊമക്ക് യൂസ് ചെയ്ത് അതിലെ ഫുഡിന് എന്തൊക്കെ ഫുഡ് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരുന്നു. At that time, scientists did not know how food was digested. അപ്പോൾ ആ സമയത്ത് സയൻറ്റിസ്റ്റിന് അറിയില്ല, നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്ക് അറിയില്ലായിരുന്നു ഫുഡ് എങ്ങനെയാണ് ദഹിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. How does the liquid, that means digestive juices in the stomach help? എങ്ങനെയാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ട്, അത് എങ്ങനെയാണ് ദഹിക്കാനായിട്ട് സഹായിക്കുന്നതെന്നും. Does it only help in making the food wet and soft, or does it also help in digest? അപ്പം ഇതെന്താണ്, നമ്മൾ കഴിക്കുന്ന ആ ഡൈജസ്റ്റീവ് ജ്യൂസ് ആ ഫുഡിനെ വെറ്റായിട്ട് ഇച്ചിരി നനവും സോഫ്റ്റും ആക്കാൻ വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അതോ ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് ഡൈജഷനിൽ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു മാർട്ടിൻ്റെ ആ സ്റ്റൊമക്കിലുണ്ടായ മുറിവ്. Dr. Beaumont took some liquid juices out of the stomach. He wanted to see what happened to a food item kept in a glass filled with it. അപ്പം ബീമൗണ്ട് എന്ത് ചെയ്തു, ആ സ്റ്റൊമക്കിൽ നിന്നും ആ ഫ്ലൂയിഡ് ഡൈജസ്റ്റീവ് ജ്യൂസസിനെ എന്ത് ചെയ്തു, കുറച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, അതിനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഫുഡ് ഐറ്റം ഇട്ട് ഇത് ഈ ഫ്ലൂയിഡല്ല നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ച് എന്ത് ചെയ്തു, കുറച്ച് നേരം കീപ്പ് ചെയ്തു. Would it get digest its own? For this he did an experiment. അത് സ്വന്തമായി ഡൈജസ്റ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഡോക്ടർ ബീമൗണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. With the help of a tube, he took out some digestive juices from the stomach at 8:30 a.m. He put away 20 tiny pieces of boiled fish in 10 milliliters of the juice. ഇതിനൊക്കെ വേണ്ടി അദ്ദേഹം നമ്മുടെ മാർട്ടിൻ്റെ സ്റ്റൊമക്കിൽ നിന്നും കുറച്ച് ഡൈജസ്റ്റീവ് ജ്യൂസ് ഒരു ട്യൂബ് യൂസ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു, 8:30 AM, 8:30 രാവിലെ 8:30 ആയപ്പം അദ്ദേഹം അതിൽ കുറച്ച് എന്ത് ചെയ്തു, ടൈനി പീസസ് ഓഫ് ബോയിൽഡ് ഫിഷ്, കുറച്ച് ഫിഷ് ബോയിൽ ചെയ്ത ഫിഷ് എടുത്ത് എന്ത് ചെയ്തു, 10 millimeter ജ്യൂസിൽ ഇട്ട് വെച്ചു. He kept that glass at the same temperature as that our stomach, about 30 degrees Celsius.
അദ്ദേഹം എന്ത് ചെയ്തു, ആ ഫിഷിനെ നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിൽ ആ സ്റ്റൊമക്കിലെ ബോഡി ടെമ്പറേച്ചർ, സ്റ്റൊമക്കിലുള്ള ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്തു, കീപ്പ് ചെയ്തു. സ്റ്റൊമക്കിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 30 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കീപ്പ് ചെയ്തു. When he checked at 2 p.m. he found that the pieces of fish had dissolved. 2 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റി എന്ത്, നമ്മുടെ ആ ഫിഷ് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഡിസോൾവ്, അതായത് അലിഞ്ഞു ചേർന്നതായിട്ട് കണ്ടെത്തി. ഡോക്ടർ ബീമൗണ്ട് ട്രൈഡ് ദിസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അങ്ങനെ ബീമൗണ്ട് എന്ത് ചെയ്തു, പല ഫുഡ് ഐറ്റംസ്, നമ്മൾ പല ഫുഡ് ഐറ്റംസും കഴിക്കുന്നുണ്ട്, അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് ബീമൗണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കി. He gave Martin the same food at the same time, then compared how long it took for the food to be digested in the glass and Martin's stomach. അപ്പോൾ ഇതേ ഫുഡ് എന്താണ്, നമ്മുടെ ബീമൗണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതേ ഫുഡ് മാർട്ടിനും കൊടുത്തു അതേ സമയത്ത്. എന്നിട്ട് എന്ത് ചെയ്തു, ചെക്ക് ചെയ്തു എത്ര സമയം എടുക്കുന്നു ഡൈജസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ ചെക്ക് ചെയ്തു. ഹി റെക്കോർഡഡ് ഹിസ് ഒബ്സർവേഷൻസ് ഇൻ എ ടേബിൾ. അദ്ദേഹം ആ ഒബ്സർവേഷൻസ് ഒരു ടേബിളിൽ ലിസ്റ്റ് ചെയ്തു. അതെന്താണ് നമുക്ക് നോക്കാം. ഹിസ് എ പാർട്ട് ഓഫ് ഹിസ് ഒബ്സർവേഷൻ ടേബിൾ. അതിലൊരു കുറച്ച് പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അൺബോയിൽഡ് മിൽക്ക്, തിളപ്പിക്കാത്ത കുറച്ച് പാല്. അതെന്ത് ചെയ്തു, സ്റ്റൊമക്കിലാണെങ്കിൽ 2 hours 15 minutes എടുത്താണ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ആവുന്നത്. പക്ഷേ ഗ്ലാസ്സിൽ വെച്ചിരുന്നപ്പം 4 hours 45 minutes എടുത്തു. ദെൻ ബോയിൽഡ് മിൽക്ക്, തിളപ്പിച്ച പാലെടുത്തപ്പോഴത്തേക്കും 2 hours എടുത്തു സ്റ്റൊമക്കിൽ. ആൻഡ് ഇൻ ദ ഗ്ലാസ്സിൽ എന്താണ് 4 hours 15 minutes എടുത്തത്. ഫുൾ ബോയിൽഡ് എഗ്ഗ്, എന്താണ് വേവിച്ച മുട്ട, അത് 3 hours 30 minutes എടുത്താണ് നമ്മുടെ സ്റ്റൊമക്കിൽ എന്ത് ചെയ്തത്, ഡൈജസ്റ്റ് ചെയ്തത്. ദെൻ ഗ്ലാസ്സിലെടുത്തപ്പോഴത്തേക്കും 8 hours എടുത്തു. ഹാഫ് ബോയിൽഡ് എഗ്ഗ്, പകുതി വേവിച്ച എഗ്ഗ്, അതിനെന്ത് ചെയ്തു, അതിനും 3 hours എടുത്തത്. പക്ഷേ ഇൻ ദ ഗ്ലാസ് 6 hours 30 minutes, 6 hours 30 minutes എടുത്തു. റോ എഗ് ബീറ്റൻ, 2 hours സ്റ്റൊമക്കിലെടുത്തത്. ദെൻ ഇൻ ദ ഗ്ലാസ് 4 hours 15 minutes. റോ എഗ് 1 hour 30 minutes, ഇൻ ദ ഗ്ലാസ് ഇറ്റ്സ് 4 hours. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ല, നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്നത് അല്ലാതെ നമ്മൾ ആ ഡൈജസ്റ്റീവ് ജ്യൂസ് യൂസ് ചെയ്ത് പുറത്ത് ചെയ്യുന്നതും രണ്ടിനും ടൈം ഡിഫറൻസ് ഉണ്ട്. സോ വാട്ട് ഡസ് അവർ സ്റ്റൊമക്ക് ഡു, എന്താണ് നമ്മുടെ സ്റ്റൊമക്ക് ചെയ്യുന്നത്? ഡോക്ടർ ബീമൗണ്ട് ഡിഡ് മെനി experiments and found out many secrets about digestion. ഡോക്ടർ ബീമൗണ്ട് മാർട്ടിൻസിൻ്റെ സ്റ്റൊമക്കിൽ ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൽ ഒത്തിരി കാര്യങ്ങൾ, ഡൈജഷനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്തി. ഹി ഫൗണ്ട് ദാറ്റ് ഫുഡ് ഡൈജസ്റ്റ് ഫാസ്റ്റർ ഇൻ ദ സ്റ്റൊമക്ക് ദാൻ ഔട്ട്സൈഡ്. അദ്ദേഹം കണ്ടെത്തി, നമുക്ക് ആ ടേബിളിൽ, ഡിഡ് യു നോട്ടീസ് ദിസ് ഇൻ ദ ടേബിൾ, ആ ടേബിളിൽ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ്, പുറത്ത് വെച്ച് ഡൈജസ്റ്റ് ആവുന്നതിനെക്കാട്ടിലും വളരെ ഫാസ്റ്റിലാണ് നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ആവുന്നത്. അവർ സ്റ്റൊമക്ക് ചൂൺസ് ദ ഫുഡ് ടു ഡൈജസ്റ്റ്. നമ്മുടെ സ്റ്റൊമക്ക് എന്ത് ചെയ്യും, ആ ഫുഡിനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തക്ക വിധത്തിൽ, ദഹിക്കത്തക്ക വിധത്തിൽ അതിനെ മാറ്റിയെടുക്കും. The doctor also saw that the food did not get digested properly when Martins was sad. മാർട്ടിൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അതുകൂടാതെ ഡോക്ടർ കണ്ടെത്തിയത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും ഫുഡ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ഇതും കണ്ടെത്തി. ഓൾസോ ഹി ഫൗണ്ട് ദാറ്റ് ദ ജ്യൂസ് ഇൻ അവർ സ്റ്റൊമക്ക് ഈസ് ആസിഡിക്. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ജ്യൂസ് എന്താണ്, ആസിഡ് സ്വഭാവമുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ സ്റ്റൊമക്കിലുള്ളതെന്നും ഡോക്ടർ ബീമൗണ്ട് കണ്ടെത്തി. ഹാവ് യു ഹിയർഡ് ഓഫ് എനി വൺ ടോക്കിംഗ് അബൌട്ട് ആസിഡിറ്റി, എസ്പെഷ്യലി വെൻ ദാറ്റ് പേഴ്സൺ ഹാസ് നോട്ട് ഈറ്റൻ വെൽ ഓർ ദ ഫുഡ് ഈസ് നോട്ട് ഡൈജസ്റ്റഡ് പ്രോപ്പർലി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും ആസിഡിറ്റി, ഇപ്പം വയറുവേദന, ഗ്യാസ് കയറുന്നതെന്ന് പറയും നമ്മൾ. എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നാലോ അല്ലെങ്കിൽ ഫുഡ് ദഹിക്കാതിരുന്നാലോ നമുക്ക് ആസിഡിറ്റി ഉണ്ടാവും. ഓക്കെ. Dr. Bemount experiments became famous across the world. After this scientists did many such experiments. അപ്പം ഡോക്ടർ ബീമൗണ്ടിൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് വേൾഡിൽ മൊത്തത്തിൽ ഫേമസ് ആയി. അപ്പോൾ പല ഡോക്ടേഴ്സും ഇതെന്ത് ചെയ്തു, എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കി. വാട്ട് ഡിഡ് യു സേ? നോ, ദേ ഡിഡ് നോട്ട് ഷൂട്ട് പീപ്പിൾ ഇൻ ദ സ്റ്റൊമക്ക്, നോർ ഡിഡ്
they wait for patient with the hole in the stomach. They used other scientific ways to look inside our body. Did you like the story of Martin, or should we say the story of our own stomach? അപ്പോൾ ഡോക്ടർ ബീമോൺ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് വേൾഡിൽ എല്ലാവർക്കും എന്ത് ചെയ്തു, ഫേമസ് ആയി, വേൾഡിൽ എല്ലായിടത്തും ഫേമസ് ആയി. അപ്പം മറ്റ് സയൻറ്റിസ്റ്റുകളും എന്ത് ചെയ്തു, ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാണ്, ഒരാളെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്കിൽ ഷൂട്ട് ചെയ്തിട്ടല്ല അവർ കണ്ടെത്തിയത്, നമ്മുടെ ന്യൂ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത്. ഇപ്പം നമുക്ക് ചെറിയ ക്യാമറയൊക്കെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇറക്കാവുന്ന ക്യാമറാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്തു, അവർ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ കണ്ടെത്തി. ഓക്കെ, ഡു യു ലൈക്ക് മാർട്ടിൻ സ്റ്റോറി? മാർട്ടിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ തന്നെ സ്റ്റൊമക്കിൻ്റെ ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.